നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ പരിതാപകരമായ അവസ്ഥയിലാണല്ലോ PSG ഉള്ളത്. നിലവിൽ അവർ 25-ാം സ്ഥാനത്താണ്. ആദ്യ 24-ലെങ്കിലും കിട്ടിയില്ലെങ്കിൽ റൗണ്ട് ഓഫ് 16-ലുള്ള പ്ലേ ഓഫ് പോലും കളിക്കാൻ പറ്റില്ല. അതേസമയം മാഞ്ചസ്റ്റർ സിറ്റി ഉള്ളത് 22-ാം സ്ഥാനത്താണ്. PSG ഒരേ ഒരു പോയിൻ്റാണ് അവർക്ക് അധികമുള്ളത്. ഇനി 2 കളികളാണ് യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ലീഗ് ഘട്ടത്തിലുള്ളത്. PSG വേഴ്സസ് സിറ്റി മത്സരമാണ് അടുത്തതായി വരാനുള്ളത്. ഒട്ടും എളുപ്പമല്ല. രണ്ടാലൊരു ടീമിന് കാര്യങ്ങൾ വലിയ ദുർഘടമാകും. അവസാന റൗണ്ട് വരെ അവരുടെ ഭാവി തുലാസിലാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചോദ്യം വരികയാണ്, ലൂയിസ് എൻറിക്കയോട് ചോദ്യം വരികയാണ്, എന്താണ് സിറ്റിയെ നേരിടാനുള്ള അടുത്ത മത്സരത്തെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? അദ്ദേഹം പറഞ്ഞു, ചാമ്പ്യൻസ് ലീഗിനെ കുറിച്ച് പറയുമ്പോൾ ടീമിൻ്റെ പെർഫോമൻസ് അത് വെച്ച് നോക്കുമ്പോൾ ഞാൻ വളരെയധികം റിലാക്സ്ഡ് ആണ്. ഇപ്പോൾ ടീം ഇപ്പോൾ ഒരു അപ്വേർഡ് സ്ലോപ്പിലാണുള്ളത് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതുപോലെ ഞങ്ങൾക്ക് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഇപ്പോൾ റിസൾട്ടിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാമ്പ്യൻസ് ലീഗിലെ റിസൾട്ട് അൺഫെയർ ആണ്. പക്ഷേ ഫുട്ബോൾ അങ്ങനെയാണ്. ആരും പറയില്ലല്ലോ ഫുട്ബോൾ ഒരു ഫെയർ സ്പോർട്ടാണെന്ന്. സോ ഞങ്ങളുടെ വഴിയിൽ മുന്നോട്ട് പോകുന്നു. ഞങ്ങളുടെ മെൻറ്റാലിറ്റി അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ചില മേഖലകളിൽ ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അതുകൂടി വരുത്തിക്കഴിഞ്ഞാൽ 2025 മികച്ച രൂപത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നാണ് ലൂയിസ് എൻറിക്കെ പറയുന്നത്. അതേസമയം PSG ഇനിയും മത്സരങ്ങൾ മാഞ്ചസ്റ്റർ സിറ്റിയെ നേരിടും മുമ്പ് കളിക്കാനുണ്ട്. ഇന്ന് അവർ മൊണോക്കോക്കെതിരെ ട്രോഫി ഡെസ് ചാമ്പ്യൻസ് ഫൈനൽ മത്സരം കളിക്കുന്നു. അതിനുശേഷം 13-ാം തീയതി പുലർച്ചെ 1:15 PSG സെൻറ്റ് എറ്റിനെതിരെ കളിക്കുന്നുണ്ട് ലീഗ് 1-ൽ. പിന്നെ ജനുവരി 16 പുലർച്ചെ 1:30 ഫ്രഞ്ച് കപ്പിൻ്റെ റൗണ്ട് ഓഫ് 32-ൽ എസ്പാലിയുമായിട്ട് അവർക്ക് കളിയുണ്ട്. അത് കഴിഞ്ഞ് ജനുവരി 18 രാത്രി ഇന്ത്യൻ സമയം 9:30 ലെൻസുമായിട്ട് ലീഗ് 1 മത്സരമുണ്ട്. അതും കഴിഞ്ഞിട്ടാണ് ജനുവരി 23 രാത്രിയിൽ, ജനുവരി 23 പുലർച്ചെ 1:30 PSG മാഞ്ചസ്റ്റർ സിറ്റിയുമായിട്ട് കളിക്കുന്നത്. സിറ്റിയുടെ കാര്യവും ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെയാണ്. അവരൊരു നെഗറ്റീവ് സ്ലോപ്പിലൂടെ കടന്നുപോയി പതിയെ രക്ഷപ്പെട്ടു വരികയാണ്. കഴിഞ്ഞ കളി അവർ വെസ്റ്റ് ഹാമിനെ തോൽപ്പിച്ചു. അതിന് മുമ്പത്തെ കളി അവർ ലെസ്റ്ററിനെ തോൽപ്പിച്ചു. അങ്ങനെ പതിയെ വിജയ വഴിയിലേക്ക് മടങ്ങിയെത്തുന്ന സിറ്റിയും വലിയ പ്രതീക്ഷകളോടുകൂടിയായിരിക്കും കളിക്കാൻ ഇറങ്ങുന്നുണ്ടാവുക. പക്ഷേ ആ കളിക്ക് മുമ്പ് സിറ്റിക്ക് 3 കളികൾ കളിക്കാനുണ്ട്. ജനുവരി 11 രാത്രി 11:15 മാഞ്ചസ്റ്റർ സിറ്റി സാൽഫോർഡ് സിറ്റിയുമായിട്ട് FA കപ്പിൻ്റെ 3rd റൗണ്ടിൽ കളിക്കുമ്പോൾ ജനുവരി 15 പുലർച്ചെ ഇന്ത്യൻ സമയം 1 മണിക്ക് ബ്രെൻഫോർഡുമായിട്ട് അവർക്ക് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മത്സരമുണ്ട്. അത് കഴിഞ്ഞ് ജനുവരി 19 രാത്രി ഇന്ത്യൻ സമയം 10 മണിക്ക് ഇപ്സ്വിച്ച് ടൗണുമായിട്ടും അവർ പ്രീമിയർ ലീഗിൽ കളിക്കുന്നു. ആ കളിയും കഴിഞ്ഞിട്ടാണ് ജനുവരി 23 പുലർച്ചെ 1:30 സിറ്റി PSG ഏറ്റുമുട്ടുന്നത്. PSG മൈതാനത്താണ് ആ കളി. ക്രൂഷ്യൽ പോരാട്ടമാണ്. റിലാക്സ്ഡ് ആണെന്ന് ലൂയിസ് എൻറിക്കെ പറഞ്ഞാലും കാര്യങ്ങൾ അത്ര ശുഭകരമല്ലെന്ന് ഇപ്പോൾ പെപ് ഗാർഡിയോള പറഞ്ഞാലും ആ കളിയിൽ അന്നത്തെ 90 മിനിറ്റ് ഒരു തീ പറക്കുന്ന യുദ്ധം തന്നെ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.